സ്റ്റംപിന് നേരെ വരുന്ന പന്തുകൾ അഭിഷേക് അതിർത്തി കടത്തും. എന്നാൽ ബൗളർ ലൈൻ മാറ്റിയെറിയുമ്പോൾ അഭിഷേക് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയാണെന്നും അശ്വിൻ പറയുന്നു. അശ്വിൻ മാത്രമല്ല, ആരാധകരും വലിയ രീതിയിൽ SRHനെതിരെ തിരിയുകയാണ്. താൻ വെറുമൊരു സ്ലോഗറാണെന്ന് വീണ്ടും വീണ്ടും അഭിഷേക് തെളിയിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സൺറൈസേഴ്സിൻ്റെ ആരാധകരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് മറ്റൊരു കാര്യം. അഭിഷേക് ഈ വിധം എക്സ്പോസ് ആവുന്നത് ഇന്ത്യൻ ടീമിന് മാത്രമല്ല, സൺറൈസേഴ്സ് ഹൈദരാബാദിനും വലിയ ആശങ്കയാണുള്ളത്. അഭിഷേകും ട്രാവിസ് ഹെഡും നൽകുന്ന വെടിക്കെട്ട തുടക്കത്തിലാണ് SRHന്റെ പ്രതീക്ഷകൾ അത്രയും. കഴിഞ്ഞ സീസണിൽ 12 ഇന്നിംഗ്സുകളിൽ നിന്ന് ഓപ്പണിംഗ് സഖ്യം നേടിയത് 511 റൺസാണ്. കഴിഞ്ഞ 2 സീസണുകളിലും നഷ്ടമായ 300 എന്ന മാജിക് ഫിഗർ ടീം ടോട്ടൽ ഇത്തവണ പടുത്തുയർത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ് എല്ലാവരും. എന്നാൽ അഭിഷേക് ഈ വിധം ട്രാപ്പിൽപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ഈ കെണി മറികടക്കാൻ അഭിഷേക് തന്നെ കരുതണം. തൻ്റെ വീക്ക് സോൺ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗെയിം പ്ലാൻ മാറ്റണം. 0-ൽ നിന്ന് ഹീറോ ആയ സഞ്ജു സാംസൺ അഭിഷേകിന് മുന്നിലുണ്ട്. തൻ്റെ പോരായ്മകൾ കൃത്യമായി മനസ്സിലാക്കി ഇതിഹാസ താരം സച്ചിൻ അടക്കമുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചാണ് സഞ്ജു തൻ്റെ കരിയർ മറ്റൊരു തലത്തിലെത്തിച്ചത്. അഭിഷേകിനും ആ പാത സ്വീകരിക്കേണ്ടതായുണ്ട്. പ്രത്യേകിച്ച് ഓഫ് സ്പിൻ കെണികളിൽ എതിരാളികൾ നിർബന്ധമായും പൂട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ മറ്റ് പോംവഴികൾ അയാൾ നിർബന്ധമായും സ്വീകരിച്ചേ മതിയാകും. SRHൽ ഒരു പരിധിവരെ അഭിഷേക് സേഫായിരിക്കും. എന്നാൽ ഇന്ത്യൻ ടീമിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയുമൊക്കെ ഊഴം കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ IPL അഭിഷേക് ശർമ്മയുടെ ഭാവി നിർണ്ണയിക്കും. എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് ഈ സീസണിലെ ശേഷിച്ച മത്സരങ്ങളിലൂടെ കഴിയണം. തൻ്റെ വീക്ക്നെസ് മനസ്സിലായവർക്ക് മുന്നിൽ പുതിയ ടെക്നിക്കുമായി അഭിഷേക് കളിക്കണം. പെട്ടെന്ന് പെയ്തു തോർന്നൊരു മഴ പോലെയാവാൻ പാടില്ല അഭിഷേക്. അത് ഇടിച്ചുകുത്തി പെയ്യുന്ന പേമാരി പോലെയാകണം. ആ അഭിഷേകിനെ ടീം ഇന്ത്യക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ആവശ്യമുണ്ട്.